മൂൺ ആൻഡ് ദ ഓഷ്യൻ നമ്മൾ നോക്കുമ്പം ചന്ദ്രനും തിരമാലകളും അല്ലെങ്കിൽ വാട്ടർ ബോഡി തമ്മിൽ ലക്ഷക്കണക്കിന് കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട്. എന്നാൽ ചന്ദ്രൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എപ്പോഴും കടലിന് മുകളിലുണ്ട്. തിരമാലകൾ വരികയും ഹൈ ടൈഡ്, ലോ ടൈഡ്, ഇതൊക്കെ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം കൊണ്ട് വരുന്ന പ്രതിഭാസങ്ങളാണ്. അപ്പം നമ്മൾ നോക്കുമ്പം ഇത്രയും ദൂരെ നിൽക്കുന്ന ചന്ദ്രനെ പോലൊരു സാറ്റലൈറ്റിന് എങ്ങനെയാണ് നമ്മുടെ സമുദ്രത്തിന് മുകളിൽ ഇത്ര എഫക്റ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ മുകളിലേക്ക് ഇത്ര എഫക്റ്റ് ഉണ്ടാവുക എന്ന് നമുക്ക് ചിന്തിക്കാവുന്നൊരു കാര്യമാണ്. റിലേഷൻഷിപ്പും ഇതുപോലെയാണ്. നമുക്ക് എത്ര ദൂരം വന്നാലും നമുക്ക് നമ്മുടെ പാർട്ട്ണറിന് മുകളിലൊരു ഇൻഫ്ലുവൻസ് നമുക്ക് എപ്പോഴും ഉണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർക്ക് നമ്മുടെ മുകളിലൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. നമുക്കത് എപ്പോഴും അറിയാൻ സാധിക്കും. റിലേഷൻഷിപ്പ് എപ്പോഴും ഏത് വ്യക്തി റിലേഷൻഷിപ്പിലേക്ക് കയറിയോ അവരിലൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. നമ്മളിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും, കുറേ വ്യത്യാസങ്ങൾ നമ്മളിലുണ്ടാവും. അത് നല്ലതിനുമാകാം, ദോഷത്തിനുമാകാം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അതിലൂടെ നമുക്ക് കിട്ടുന്ന ലെസൺസ് എപ്പോഴും ഇൻവാല്യുബിളാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും ദൂരം താണ്ടിയിട്ട് പോലും സമുദ്രവും ചന്ദ്രനും തമ്മിൽ ആ റിലേഷൻഷിപ്പ് നിലനിന്ന് പോവുകയാണ്. അപ്പം പലപ്പോഴും നമ്മുടെയൊക്കെ റിലേഷൻഷിപ്പിൽ ലോങ് ഡിസ്റ്റൻസ് എന്നൊക്കെ വരുമ്പോൾ നമുക്കെപ്പോഴും കാണാൻ പറ്റും പല റിലേഷൻഷിപ്പിലും ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. ആൾക്കാർ ലോങ് ഡിസ്റ്റൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് എപ്പോഴും ഭയമാണ്. രണ്ടുപേർ തമ്മിൽ ലോങ്ങിലേക്ക് പോവുകയാണ്. ഞാനും അദ്ദേഹവും സ്നേഹത്തിലായിരുന്നു, ഇനിയും പുള്ളി പുതിയ രാജ്യത്തേക്ക് പോവുകയാണെന്ന് അറിയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ പുള്ളിക്കാരി പുതിയ രാജ്യത്തിലേക്ക് പോകുന്ന അറിയുമ്പോൾ തന്നെ എന്നാൽ ആ റിലേഷൻഷിപ്പ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. കാര്യം മുമ്പോട്ട് ഇതെന്തെങ്കിലും നീങ്ങാൻ പോകുന്നില്ല, നമുക്ക് രണ്ടുപേർക്ക് ഇത് വേദന മാത്രമേ തരാൻ പോകുന്നുള്ളൂ എന്നുള്ളൊരു തിങ്കിങ്ങിൽ ആൾക്കാർ റിലേഷൻഷിപ്പ് തന്നെ സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ നമുക്ക് എപ്പോഴും നോക്കാൻ കഴിയുന്നൊരു കാര്യം ഇതാണ്: രണ്ടുപേർ തമ്മിൽ രണ്ടുപേരും റിലേഷൻഷിപ്പിൽ മ്യൂച്വലി കോംപ്രമൈസ് ചെയ്ത് മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് രണ്ടുപേരെയും പരസ്പരം മനസ്സിലാക്കുകയാണെങ്കിൽ ഒരിക്കലും ഡിസ്റ്റൻസ് ഒരു പ്രശ്നമല്ല. എത്ര ദൂരം താണ്ടിയാൽ പോലും ഒരു പ്രശ്നമേ അല്ല. ഇറ്റ് ഓൾസോ മീൻസ് ദാറ്റ് നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്ത സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ, വ്യത്യസ്തം പോയിട്ട് ഒരുമിച്ച് നിന്നാൽ പോലും പലപ്പോഴും കോൺഫ്ലിക്റ്റുകളും. ഇറ്റ് മീൻസ് ദാറ്റ് ആ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഹാൻഡിൽ ചെയ്യാനുള്ള സ്കിൽസ് നിങ്ങളുടെ കയ്യിലില്ല. അത് നിങ്ങളതിൽ സീരിയസ്ലി അത് വർക്ക് ചെയ്യണം എന്നുള്ളത് മാത്രമേ നമ്മളോട് മനസ്സിലാക്കും.